ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ അമേരിക്കയുടെ USS നിമിറ്റ്സ് കഴിഞ്ഞ മാസം ബഹ്റൈനിലെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചിരുന്നു. ഗൾഫ് മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനെന്ന പേരിലാണ് അമേരിക്ക USS നിമിറ്റ്സിനെ ബഹ്റൈനിലേക്ക് വിന്യസിച്ചത്. സാങ്കേതികമായ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ കപ്പൽ സന്ദർശിക്കാനും താമസിക്കാനും സാഹചര്യമുണ്ടായ മലയാളി മാധ്യമപ്രവർത്തകൻ നൂർ മുഹമ്മദ് ആ അനുഭവം മീഡിയ വണ്ണിനോട് പങ്കുവയ്ക്കുകയാണ്. 2009 അന്നത്തെ മീഡിയ ടൂർ. അന്ന് ഞാൻ ബഹ്റൈൻ ട്രിബ്യൂണിൽ ഫോട്ടോ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സന്ദർഭമായിരുന്നു. അന്നൊരു 2 ആഴ്ച മുമ്പ് ഒരു അസൈൻമെൻറ്റ് വന്നതാണ്. US ട്രിപ്പ് ഉണ്ട്, നേവിൻ്റെ കൂടെ ഒരു ട്രിപ്പ് ഉണ്ടെന്ന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയും വളരെ റിസ്കി, വളരെ സാഹസികമായിട്ടും ഉള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ ആ ഏരിയ ബോർഡറിൽ പേർഷ്യൻ ഗൾഫിലായിരുന്നു ഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തതിന് ഒരു ബ്രേവറി അവാർഡൊക്കെ US നേവി തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നത് മൊഹറക്ക് ബുസൈത്തിയിലുള്ള മിലിറ്ററി US നേവി മിലിറ്ററി എയർപോർട്ടിൽ നിന്നായിരുന്നു യാത്ര. അപ്പം അന്ന് വൈകിട്ട് തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ എയർപോർട്ടിൽ പോകുമ്പം വന്നത് ഫാദറും കൂടെ ഉണ്ടായിരുന്നു. ഫാദറിന് വലിയൊരു ആകാംക്ഷയും വലിയൊരു ഭയമൊക്കെ ആയിരുന്നു. US നേവിൻ്റെ കൂടെയാണ് ഒരു യുദ്ധമുഖത്തൊക്കെയൊക്കെ പോകുന്നുള്ള ധാരണയിലൊക്കെ ആയിരുന്നു മുമ്പ് എന്നെ കൊണ്ടുവിട്ടത്. അന്ന് ഞങ്ങൾ 2-3 മാധ്യമപ്രവർത്തകർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഒരു 1.5 മണിക്കൂർ ഫ്ലൈ ടൈം എടുത്തെന്ന് തോന്നുന്നുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു എയർക്രാഫ്റ്റിനകത്ത്. ഒരു കാർഗോ, പാർസൽ, മെയിൽ ഇതൊക്കെ കൊണ്ടുവന്നൊരു എയർക്രാഫ്റ്റ് ആയിരുന്നു, ഡബിൾ എൻജിനിലെ. അപ്പം അത് ബുസൈദീൻ എയർപോർട്ടിൽ നിന്ന് സാധാരണ പോലെ തന്നെ റൺ ചെയ്ത് ടേക്ക് ഓഫായി. അത് കഴിഞ്ഞിട്ട് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തത് റോപ്പറസ്റ്റിലാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. US നിമിറ്റ്സ് ഷിപ്പിൽ റോപ്പറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് ആ വലിയൊരു കമ്പിയാണ്, അതിനെ കുളത്തി വലിച്ചിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നത്. അതൊരു 100 മീറ്ററിൽ അതിൽ സ്റ്റോപ്പാവും. ടേക്ക് ഓഫ് അതുപോലെ തന്നെ 100 മീറ്ററിൽ ഡെക്കിന്ന് പൊങ്ങും. അതിൽ പങ്കെടുത്തതിന് ഒരു ബ്രേവറി അവാർഡൊക്കെ US നേവി തന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ അന്നത്തെ ദിവസം ചെന്ന ഉടനെ ഒരു ലഞ്ച് ടൈം, ഫ്രീ ടൈമൊക്കെ കഴിഞ്ഞു. പിന്നെ ലഞ്ച്, അതിനിടയിൽ വീണ്ടും ട്രിപ്പ്, ഓരോ ഡെക്കിലും കയറി ഇറങ്ങണം. കുറേ കയറണം, കാരണം ഞങ്ങളുടെ കയ്യിൽ ക്യാമറയും സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കയറി ഇറങ്ങിയിട്ടൊക്കെ പോകും. പിന്നെ നേവൽ ഓഫീസർ മീറ്റിംഗ്, കമാൻഡിംഗ് ഓഫീസർ മീറ്റിംഗ്, ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് വീണ്ടും റെസ്റ്റ്. ഒരു യാത്ര ഉണ്ടായിരുന്നു. അത് കുറച്ച് സമയം ഞങ്ങൾ റിലാക്സ് മൈൻഡ്, മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നല്ല ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാത്രി ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ ആ ഏരിയ ബോർഡറിൽ പേർഷ്യൻ ഗൾഫിലായിരുന്നു ഷിപ്പ് ഉണ്ടായിരുന്നു. അന്ന് രാത്രി കിടന്നുറങ്ങി. അപ്പോൾ രാത്രി അവരോട് എന്നോട് പറഞ്ഞു, രാവിലെ ഒരു പ്രെയർ വാക്ക് ഉണ്ട്. സെയിലേഴ്സൊക്കെ തല താഴ്ത്തി സൈലൻ്റായിട്ട് ഈ ഫ്ലൈറ്റിന് മുമ്പായിട്ട്, ഓരോ ഓപ്പറേഷൻ മുമ്പായിട്ട് ഒരു പ്രാർത്ഥന പോലെ ഒരു ഡക്കിൽ 2 ഭാഗത്തേക്ക് നടക്കും. എയർക്രാഫ്റ്റൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞു. വഴിയൊക്കെ ഒന്നും വേണ്ട, നിങ്ങൾ നേരെ പോയാൽ മതി. ഈ ഫ്ലൈറ്റും ഈ ഷിപ്പും ടോട്ടലി ഓപ്പൺ ആണ് ആസ് എ മീഡിയ പേഴ്സൺ. അന്ന് അത് നല്ലൊരു അനുഭവമായിരുന്നു. ആ ഒരു ഷിപ്പ് ഇപ്പോൾ ഇവിടെ ബഹ്റൈനിൽ എത്തിയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരു 16 വർഷം മുമ്പത്തെ ആ ഒരു കഥ ഇപ്പോൾ ഓർത്തപ്പം ഞാനിപ്പോഴും ബഹ്റൈനിലുണ്ട്. അന്ന് ആ സമയത്തായിരുന്നു പുറംകടലിലെ പേർഷ്യൻ ഗൾഫിൽ ആ ഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റി. അതൊരു നല്ല, അതിന് ശേഷം അതിന് മുമ്പും US ഇഷനോവർ, അതുപോലെ ഫിലിപ്പൈൻസ്, പിന്നെ ഇറാഖിൽ തന്നെ ബസറ ഓയിൽ ടെർമിനസിൽ പോയിരുന്നു. ഒരു 5-6ഓളം ട്രിപ്പ് US നേവിയുടെ കൂടെ, UK ബ്രിട്ടീഷ് നേവിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയും വളരെ റിസ്കി, വളരെ സാഹസികമായിട്ടും ഉള്ള ഒരു അനുഭവമായിരുന്നു. ഇതൊക്കെ സാറ്റിസ്ഫൈ ആണ് ഈ മീഡിയ ഫീൽഡിൽ.